നമസ്കാരം. വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. പൊതുമരാമത്ത് സെക്രട്ടറിയും വ്യവസായ മന്ത്രിയുടെ വലങ്കയ്യുമായ ജനാബ് ടി.ഒ. സൂരജിനെ സസ്പെൻഡ് ചെയ്ത വാർത്ത കേട്ടുകൊണ്ടാണ് വാരം പുലർന്നത്. മുസ്ലിം ലീഗുകാർ ബുദ്ധിമാന്മാരായതുകൊണ്ട് സൂരജിനെ കൈയൊഴിഞ്ഞു. ഈ നീതിമാന്റെ സമ്പാദ്യത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകി. ഏത് സൂരജ്, എന്ത് സൂരജ് എന്നാണ് കുഞ്ഞാപ്പയും മജീദും ഇബ്രാഹിം കുഞ്ഞും ഏകസ്വരത്തിൽ ചോദിച്ചത്. എന്നാൽ ഒരു കൊട്ടാരക്കരക്കാരനായ സൂരജിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ മുൻ മന്ത്രി ഗണേശകുമാറിന് മനസ്സ് വന്നില്ല. സൂരജിനേക്കാൾ വലിയ കള്ളന്മാർ സിവിൽ സർവീസിൽ ഉണ്ടെന്നും രണ്ടുപേരുടെ പേരും മേൽവിലാസവും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ടോം ജോസിൻ്റെയും പി.കെ. മൊഹന്തിയുടെയും പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. എങ്കിലും ഗണേശൻ ആരുടെ പേരാണ് പറയുന്നതെന്നറിയാൻ നിയമസഭാ സമ്മേളനം വരെ കാത്തിരുന്നേ മതിയാവും. സസ്പെൻഷൻ ഉത്തരവ് കൈപ്പറ്റി വീട്ടിൽ വെറുതെ ഇരിക്കാൻ സൂരജ് സാഹിബ് ഏതായാലും തയ്യാറല്ല. ഇപ്പോൾ മാന്യന്മാരായി നടിക്കുന്ന പലരുടെയും സ്വത്ത് വിവരം പുറത്തുവിടും എന്നാണ് ഭീഷണി. ഉമ്മൻ സർക്കാരിലെ പല മന്ത്രിമാർക്കും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും എവിടെയൊക്കെ വസ്തുവകകളുണ്ട്, എത്ര പണം കയ്യിലുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയില്ല. സൂരജ് അതൊക്കെ ഒന്ന് വെളിപ്പെടുത്തുന്ന പക്ഷം വലിയ ഉപകാരമായിരിക്കും. ഏതായാലും ലീഗുകാരും അത് കേട്ട് പേടിച്ചിട്ടില്ല. അവരുടെ മടിയിൽ കനമില്ല, വഴിയിൽ ഭയവുമില്ല. അഴിമതിക്കാരെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ച് പറയുമ്പോഴും ട്രാവൻകൂർ ടൈറ്റാനിയത്തിലേക്ക് ശ്രീലങ്കയിൽ നിന്ന് മണൽ ഇറക്കുമതി ചെയ്ത വകയിൽ 2 കോടി നഷ്ടം വരുത്തിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ്റെ കാലാവധി 2 കൊല്ലം കൂടി നീട്ടി അദ്ദേഹത്തെ മാനേജിംഗ് ഡയറക്ടറാക്കാൻ സർക്കാർ തീരുമാനിച്ചതായി കേരള കൗമുദി പത്രം കണ്ടുപിടിച്ചു. ഷിഹാബുദ്ദീനെ പിരിച്ചുവിടാനാണത്രേ വിജിലൻസുകാർ ശുപാർശ ചെയ്തിരുന്നത്. വിജിലൻസുകാർക്ക് വിവരമില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? പൊതുമരാമത്ത് വകുപ്പിൽ ചീഫ് എഞ്ചിനീയർ സ്ഥാനത്തേക്ക് ലേലം വിളിയാണ് നടക്കുന്നതെന്ന് മംഗളവും ആരോപിച്ചു. 10 മുതൽ 50 വരെ ലക്ഷമാണ് ഓരോ പോസ്റ്റിലേക്കും ലേലസംഖ്യ. പാർട്ടിക്കാർക്കും സമുദായ അംഗങ്ങൾക്കും ചില്ലറ ഡിസ്കൗണ്ടിന് അർഹതയുണ്ട്. 50 ലക്ഷം കൊടുത്തെന്ന് കരുതി നഷ്ടമൊന്നും വരില്ല. 1 വച്ചാൽ 2, 2 വച്ചാൽ 4. വൈ രാജാ വൈ. സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനത്തിന് അനുമതി നൽകാമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ലീഗുകാർക്ക് പൊതുവെയും കുഞ്ഞാപ്പയ്ക്ക് പ്രത്യേകിച്ചും ആവേശം പകരുന്നതാണ് ഈ വിധിന്യായം. KPCC പ്രസിഡന്റ് ഇനിയും ഇടങ്കോലിട്ടില്ലെങ്കിൽ കരിമണൽ കച്ചവടം ജില്ലായി നടക്കും. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, കോടികൾ പിന്നാലെ. ബാർ കോഴക്കേസിൽ വിജിലൻസ് സംഘം കരിങ്ങോഴക്കൽ മാണിയെ വിശദമായി ചോദ്യം ചെയ്തു. ബാറുകാരെ ആരെയും അറിയില്ല, ആരോടും 5 കാശ് പോലും കോഴ വാങ്ങിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഓർമ്മയില്ല. വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് റെസീറ്റ് കൊടുത്തിട്ടുണ്ടാവും എന്ന് മാണി സാർ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. വിജിലൻസുകാർക്കും അത് ബോധ്യപ്പെട്ടു എന്നാണ് കേൾവി. എന്നാൽ മാണിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPM CPI സഖാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ ആസ്ഥാനങ്ങളിലും മാർച്ച് നടത്തി. മാണി കോഴ വാങ്ങുന്നതിന് കുട്ടിയമ്മയാണ് സാക്ഷിയെന്ന് VS അച്യുതാനന്ദൻ വെളിപ്പെടുത്തി. മാണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം പിൻവലിച്ച സ്ഥിതിക്ക് പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയും തീരുമാനിച്ചു. കൊച്ചിയിൽ നടന്ന UDF യോഗം മാണിക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. 1 കോടിയല്ല 9 കോടി പിരിച്ചാലും പ്രശ്നമില്ല, മുഖ്യമന്ത്രി കസേര കണ്ട് പനിക്കരുത് എന്ന് മാത്രം. അതിനിടെ മാണി സാറിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ഡോക്ടർ ബിജു രമേശിൻ്റെ അച്ഛനും തിരുവനന്തപുരത്തെ ഒരു വൻ തോക്കുമായ രമേശൻ കോൺട്രാക്ടർ നിര്യാതനായി. PWD കോൺട്രാക്ടറായി ആരംഭിച്ച് ബാർ ഉടമയും ശ്രീനാരായണ ധർമ്മ പരിപാലകനുമായി വളർന്നയാളാണ് രമേശൻ മുതലാളി. തലസ്ഥാനത്തെ അരിസ്റ്റോ ഗണപതി ക്ഷേത്രത്തിൻ്റെ പ്രൊപ്പറേറ്ററും ആയിരുന്നു. പ്രമുഖ പത്രങ്ങളൊക്കെ മുതലാളിയുടെ ചരമ വാർത്ത നല്ല പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. മാതൃഭൂമിയുടെയും മലയാള മനോരമയുടെയും 1-ാം പേജിൽ സന്തപ്ത കുടുംബാംഗങ്ങൾ പരസ്യവും കൊടുത്തു. കേരള കൗമുദി എഡിറ്റ് പേജിൽ അനുസ്മരണ ലേഖനം പ്രസിദ്ധീകരിച്ചു. രമേശൻ കോൺട്രാക്ടർ രാജ്യപുരോഗതിക്ക് നൽകിയ സംഭാവനകൾ എണ്ണി പറഞ്ഞു. രമേശൻ മുതലാളിയുടെ പുണ്യസ്മരണയ്ക്ക് മുന്നിൽ വാരാന്ത്യത്തിൻ്റെ സാഷ്ടാംഗ നമസ്കാരം. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് UDFിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് കൺവീനർ തങ്കച്ചൻ ചേട്ടൻ വാർത്താലേഖകരെ അറിയിച്ചത് വീരശൂര പരാക്രമിയായ KPCC പ്രസിഡന്റിന് സഹിച്ചില്ല. മദ്യവർജനമല്ല, മദ്യനിരോധനം തന്നെ വേണം, അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഗർജിച്ചു. പ്രശ്നം അവിടെ കൊണ്ടും അവസാനിച്ചില്ല. കോൺഗ്രസ്സുകാരും മദ്യവ്യാപാരികളിൽ നിന്ന് വോട്ടോ നോട്ടോ വാങ്ങാൻ പാടില്ല എന്ന് കൽപ്പിച്ചു. മേലിൽ മദ്യപാനികൾക്ക് പാർട്ടി സീറ്റ് കൊടുക്കില്ല, ഒരൊറ്റ കുടിയനെയും ഭാരവാഹിയാക്കില്ല എന്നൊക്കെ വെട്ടി വെളിച്ചപ്പെട്ടു. സുധീരൻ്റെ പ്രസ്താവന മുഖ്യമന്ത്രിയെയും മദ്യമന്ത്രിയെയും അസ്വസ്ഥരാക്കി. വോട്ടും നോട്ടും ആര് തന്നാലും വാങ്ങും,
അക്കാര്യം സർക്കാരാണ് KPCC അല്ല തീരുമാനിക്കുന്നത് എന്ന് വ്യക്തമാക്കി. അഹിംസ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് മലയാള മനോരമയുടെ 1-ാം പേജിൽ ബൈജു കാർട്ടൂൺ വരച്ചു. മംഗളത്തിൻ്റെ 1-ാം പേജിൽ സക്കീർ ഹുസൈനും കാർട്ടൂൺ വരച്ചു. KPCC പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തോട് വൈസ് പ്രസിഡന്റ് സതീശനും യോജിച്ചില്ല. സുധീര സതീശ യുദ്ധത്തെക്കുറിച്ച് മാതൃഭൂമിയിൽ ഗോപികൃഷ്ണനും കാർട്ടൂൺ വരച്ചു. ഈ വിവാദത്തിനിടയിലും KPCC പ്രസിഡന്റിൻ്റെ ജനപക്ഷ യാത്ര സുധീരമായി മുന്നേറി. വീക്ഷണം പത്രം ജനപക്ഷയാത്ര കോതമംഗലത്ത്, കുമളിയിൽ, ഇടുക്കിയിൽ, അടിമാലിയിൽ, നെടുങ്കണ്ടത്ത് എന്നൊക്കെ ഏറെക്കുറെ എല്ലാ പേജിലും യാത്രയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചു. പോകുന്നിടത്തൊക്കെ അഴിമതിക്കും അനീതിക്കുമെതിരെ ജനനായകൻ വലിയ വായിൽ പ്രസംഗിച്ചു. അതേസമയം അങ്കമാലിയിലെ അഹിംസ പാർട്ടിക്കാർ ഒറിജിനൽ കൂപ്പണ് പുറമെ ഡ്യൂപ്ലിക്കേറ്റ് കൂപ്പൺ ഉപയോഗിച്ചും പിരിവ് നടത്തിയതായി മുൻ മുനിസിപ്പൽ ചെയർമാൻ ലില്ലി രാജു വെളിപ്പെടുത്തി. കൂപ്പൺ ഒറിജിനലായാലും ഡ്യൂപ്ലിക്കേറ്റായാലും പിരിവ് ജോറായിട്ട് നടക്കും. പിരിച്ചത് മുഴുവൻ പാർട്ടിക്കാർ പൂട്ടടിക്കുകയും ചെയ്യും. പിന്നെ ജനപക്ഷയാത്ര എങ്ങനെ നടക്കും എന്ന ചോദ്യത്തിന് മാതൃഭൂമി ന്യൂസ് ചാനൽ ഉത്തരം കണ്ടെത്തി. എക്സൈസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കള്ളുഷാപ്പുകളിൽ നിന്ന് പിരിവ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇന്നാട്ടിലെ എല്ലാ ബാറും പൂട്ടുന്ന പക്ഷം കള്ളുഷാപ്പിലെ കച്ചവടം വർദ്ധിക്കും. ഷാപ്പ് മുതലാളിമാർ ബാർ ഉടമകളെക്കാളും സമ്പന്നരാകും. ജനപക്ഷയാത്ര സിന്ദാബാദ്, ധീര വീര വീരസുധീര ധീരതയോടെ നയിച്ചോളൂ. 4 കൊല്ലം മുമ്പ് ഇതുപോലെ സമയത്ത് കോൺഗ്രസിൽ വെറും 3 രൂപ മെമ്പർഷിപ്പ് ചോദിച്ച് അശ്വത്ഥമാവിനെ പോലെ അലയുകയായിരുന്നു കണ്ണോത്ത് മുരളീധരൻ. ഉമ്മനും ചെന്നിയും രവിയും ഷാനവാസും ഹസനും എന്ന് വേണ്ട സകല ചണ്ടി ഭണ്ഡാരങ്ങളും എതിർത്തപ്പോഴും മുരളിയെ പാർട്ടിയിൽ തിരിച്ചെടുക്കണം എന്ന് ശക്തമായി വാദിച്ചയാളാണ് VM സുധീരൻ. KPCC പ്രസിഡന്റിൻ്റെ ജനപക്ഷയാത്ര വെറും വെജിറ്റേറിയൻ യാത്രയാണെന്ന് മുരളി പരിഹസിച്ചു. മദ്യവർജനവും പരിസ്ഥിതി പ്രശ്നവുമല്ലാതെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവുന്നില്ല എന്ന് വിമർശിച്ചു. യഥാർത്ഥ രാഷ്ട്രീയം അറിയാത്തവരാണ് ജനപക്ഷയാത്രയെ പരിഹസിക്കുന്നതെന്ന് സുധീരൻ ജി തിരിച്ചടിച്ചു. കണ്ണോത്ത് മുരളീധരനെ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ചിരുന്നത് വെറുതെയല്ല. രാഹുൽ ഗാന്ധി ഒരു അഖിലേന്ത്യാ കിങ്ങിണിക്കുട്ടനാണ് എന്ന പരമസത്യം തുറന്നു പറഞ്ഞതിന് പാർട്ടി പുറത്താക്കിയ ആളാണ് മുതിർന്ന നേതാവ് മുസ്തഫ. ജനപക്ഷയാത്ര പെരുമ്പാവൂരെത്തിയപ്പോൾ മുസ്തഫയെ പാർട്ടി തിരിച്ചെടുത്തു. പുത്തൻകുരിശിലെ സ്വീകരണത്തിൽ മുതിർന്ന നേതാവ് പങ്കെടുത്തു എന്ന് മാത്രമല്ല, കോൺഗ്രസ് കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സൈക്ലോൺ മുസ്തഫ എന്നാണ് അദ്ദേഹം ഇപ്പോൾ വാഴക്കുളത്ത് അറിയപ്പെടുന്നത്. ജലനിരപ്പ് 142 അടി എത്തിയിട്ടും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയില്ല. പക്ഷേ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ നെഞ്ചടിപ്പ് കുറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി പ്രധാനമന്ത്രിയെ കണ്ട് പരാതി പറയാനാണ് ഏറ്റവും ഒടുവിൽ സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി ആ പരാതി ചുരുട്ടിക്കൂട്ടി ചവറ്റുകൂട്ടയിലിടും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് നിവേദക സംഘത്തിൽ നിന്ന് BJP പിന്മാറി. BJPയുടെ പിന്മാറ്റം ദീപിക പത്രാധിപരെ വല്ലാതെ വേദനിപ്പിച്ചു. ആറ്റിലേക്ക് അച്യുത ചാടല്ലേ ചാടല്ലേ എന്ന മട്ടിൽ അച്ഛൻ നല്ലൊരു എഡിറ്റോറിയൽ അടിച്ചുവിട്ടു. ദീപികയുടെ മുഖപ്രസംഗം വായിച്ചിട്ടെങ്കിലും മുരളീധരൻ്റെ മനസ്സ് മാറണം, അല്ലെങ്കിൽ പാവം മന്ത്രി ജോസഫിന് പിന്നെയും ഉറക്കമില്ലാതാവും. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴാൻ തുടങ്ങിയപ്പോഴേക്കും മധ്യകേരളത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പനി പരത്തുന്നത് H5N1 വൈറസാണെന്ന് പിന്നീട് കണ്ടെത്തി. ചാനലുകളായ ചാനലുകൾ, പത്രങ്ങളായ പത്രങ്ങളൊക്കെ പക്ഷിപ്പനി ആഘോഷിച്ചു. താറാവ് കൃഷിക്കാർ അധികവും സത്യക്രിസ്ത്യാനികളായതുകൊണ്ട് കോട്ടയം പത്രങ്ങൾക്കായിരുന്നു കൂടുതൽ ആവേശം. മലയാള മനോരമയും ദീപികയും മംഗളവും ആദ്യ ദിവസം തന്നെ എഡിറ്റോറിയൽ എഴുതി പ്രതിബദ്ധത തെളിയിച്ചു. അടുത്ത ദിവസം മാതൃഭൂമി അടക്കമുള്ള മറ്റ് പത്രങ്ങളും മുഖപ്രസംഗം എഴുതി. താറാവുകൾക്ക് മാത്രമല്ല കോഴികൾക്കും പക്ഷിപ്പനി പകരുന്നതായി നവംബർ 26-ാം തീയതി മലയാള മനോരമ അടിച്ചുവിട്ടു. മനോരമ വായിച്ച് കുഞ്ഞാലിക്കുട്ടിയും ഗണേഷ് കുമാറും അടൂർ പ്രകാശുമൊക്കെ പേടിച്ചു. പക്ഷേ ഒന്നും പേടിക്കാനില്ല, പക്ഷിപ്പനി നിയന്ത്രണ വിധേയമായെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാക്കളും അവരുടെ പത്രങ്ങളും സർക്കാരിനെ മുച്ചൂടും വിമർശിച്ചു. വിവിധ വകുപ്പുകൾക്കിടയിൽ ഏകോപനമില്ല, ഭയങ്കരമായ കെടുകാര്യസ്ഥത എന്നൊക്കെ ആരോപിച്ചു. ഉമ്മൻ സർക്കാരിൻ്റെ കാലത്ത് കോഴിയിറച്ചിയും മുട്ടയും കിട്ടാതായെന്ന് സഖാവ് C ദിവാകരൻ വിലപിച്ചു. സർക്കാർ അമ്പയെ പരാജയം എന്ന് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. VSനെ പോലെ വെറുതെ പ്രസ്താവന ഇറക്കുകയല്ല, സഖാവ് പിണറായി വിജയൻ സ്ഥലത്ത് നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിച്ചു. സന്തപ്ത കർഷകരെ സമാശ്വസിപ്പിച്ചു. അത്രയും ആയപ്പോഴേക്കും സർക്കാർ നിദ്രവിട്ട് ഉണർന്നു. നാട്ടിലെമ്പാടും താറാവുകളെ കൊന്ന് കത്തിക്കാൻ തുടങ്ങി. സത്യക്രിസ്ത്യാനികൾ വളർത്തുന്ന താറാവുകളെ ഒപ്രേശുഭ കൊടുക്കാതെ പരലോകത്തേക്ക് അയക്കുന്നതും ഹിന്ദുക്കളെപ്പോലെ ചിത കൂട്ടി ദഹിപ്പിക്കുന്നതും ദൈവശാസ്ത്രപരമായി ന്യായീകരിക്കാവുന്നതാണോ എന്നറിയില്ല. പരിശുദ്ധ പൗവത്തിൽ പിതാവിൻ്റെയും സഭാ വക്താവ് തേലക്കാട്ട് അച്ഛൻ്റെയും അഭിപ്രായം അറിയാൻ കാത്തിരിക്കും.
വത്തിക്കാനിൽ നടന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെയും എവുപ്രേസ്യാമ്മയെയും കത്തോലിക്ക തിരുസഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. കൈരളി പീപ്പിളും മീഡിയ വണ്ണും ഒഴികെ സകലമാന ചാനലുകളും തത്സമയം അത് പ്രേക്ഷകരിലെത്തിച്ചു. പിറ്റേന്ന് പത്രങ്ങളും അതേ പാത പിന്തുടർന്നു. തീർച്ചയായും ദീപികയ്ക്കായിരുന്നു ഏറ്റവും ആഹ്ലാദം. നാമകരണത്തിൻ്റെ തലേന്ന് തന്നെ പത്രാധിപരച്ഛൻ 1-ാം പേജിൽ എഡിറ്റോറിയൽ പാസാക്കി. പിറ്റേ ദിവസം മാതൃഭൂമിയും മലയാള മനോരമയും വിശുദ്ധരെ ഒന്നുകൂടി വിശുദ്ധരാക്കിക്കൊണ്ട് മുഖപ്രസംഗങ്ങൾ അടിച്ചുവിട്ടു. ചാവറ പിതാവിൻ്റെ തിരുകേശം സ്വർണ്ണനൂലിൽ ബന്ധിച്ച് മാന്നാനത്തെ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വച്ചിട്ടുണ്ടെന്ന് ദീപിക പത്രം സത്യവിശ്വാസികളെ അറിയിച്ചു. പിതാവിൻ്റെ തല കഷണ്ടിയാകുന്നതിന് മുമ്പ് ശേഖരിച്ച മുടിയായിരിക്കും ഇതെന്ന് കരുതുന്നു. പുതിയ വിശുദ്ധരുടെ നാമകരണം പ്രമാണിച്ച് CMIക്കാരുടെ മൂല്യശ്രുതി മാസിക പ്രത്യേക പതിപ്പ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രൊഫസർ M. തോമസ് മാത്യു, KV മോഹൻകുമാർ IAS, പത്മവിഭൂഷൺ ONV കുറുപ്പ്, പത്മഭൂഷൺ കാവാലം നാരായണപ്പണിക്കർ എന്നിങ്ങനെ വലിയൊരു താരനിരയെ തന്നെ അണിനിരത്തിയിട്ടുണ്ട്. കൂനമ്മാവിൽ കബറടങ്ങിയ ചാവറ കുര്യാക്കോസ് പിതാവിനെ സുറിയാനിക്കാർ അടിച്ചുമാറ്റിയതിൽ ലത്തീൻ സഭ വളരെ അസ്വസ്ഥമാണ്. അവർ കൂനമ്മാവിൽ വലിയ ആഘോഷം സംഘടിപ്പിച്ച് കൃതാർത്ഥരായി. പോയ കാള കൊമ്പൻ കാള. അതേസമയം വത്തിക്കാനിൽ നിന്ന് മടങ്ങിയെത്തിയ സഭാപിതാക്കളും വൈദികരും കന്യാസ്ത്രീകളും സഭാവിശ്വാസികളും കാക്കനാട്ട് രാജഗിരി വാലിയിൽ അതിഗംഭീരമായ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നുണ്ട്. സീറോ മലബാർ സഭയുടെ പ്രതാപത്തിനും CMIക്കാരുടെ സമ്പദ് സമൃദ്ധിക്കും ഒത്തവിധം അത്യാർഭാടപൂർവമാണ് ചടങ്ങുകൾ. സുറിയാനിക്കാർക്ക് ഇപ്പോൾ വിശുദ്ധർ 3ആയി. ഒരാൾക്ക് ഒരു പദവി എന്ന് കേരള കോൺഗ്രസ്സുകാർ പറയും പോലെ ഒരു രൂപതയ്ക്ക് ഒരു വിശുദ്ധൻ, ഒരു കോൺഗ്രഗേഷന് ഒരു വിശുദ്ധ എന്നതാണ് സീറോ മലബാറിൻ്റെ പുതിയ മുദ്രാവാക്യം. കോതമംഗലത്ത് ദൈവദാസൻ ജോസഫ് C. പഞ്ഞിക്കാരൻ്റെ നാമകരണത്തിനായി കല്ലറ കുത്തി തുറന്നു കഴിഞ്ഞു. മാടത്തരുവിയിൽ മറിയക്കുട്ടിയെ കൊന്നതിന് ജില്ലാ കോടതി തൂക്കാൻ വിധിക്കുകയും ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്ത സഹനദാസൻ ബെനഡിക്റ്റ് ഓടംകുളമായിരിക്കും അതിനടുത്ത വിശുദ്ധൻ. സംശയമുള്ളവർ കാത്തിരുന്ന് കാണുക. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. പക്ഷിപ്പനിയുടെ ഭീഷണിക്കിടയിലും ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടന മഹാമഹം പൂർവാധികം ഭംഗിയായി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനു മുന്നോടിയായി വിളംബര സമ്മേളനം എറണാകുളം ഗംഗോത്രി ഹാളിൽ നടന്നു. പ്രകാശാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു. ജന്മം കൊണ്ട് ശ്രീനാരായണീയനും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രസംഗവശാൽ വിജയേട്ടൻ നടേശൻ മുതലാളിയെ ഒന്ന് തോണ്ടി. ശ്രീനാരായണ വിഗ്രഹത്തിൽ ചാരി നിന്ന് ചിലർ ജാതി മത ചിന്ത വളർത്തുകയാണെന്ന് കുറ്റപ്പെടുത്തി. മുതലാളിയോട് അസൂയുള്ള പത്രങ്ങൾ അത് വലിയ സംഭവമാക്കി. എന്നാൽ ഒരു ജാതി ഒരു മതക്കാർ നടത്തുന്ന കേരള കൗമുദി വളരെ സംയമനം പാലിച്ചു. ജാതിയെപ്പറ്റി വിജയൻ പറഞ്ഞത് വിഴുങ്ങി, മതത്തെപ്പറ്റി പറഞ്ഞത് മാത്രം അച്ചടിച്ച് ധന്യരായി. പുന്നപ്ര വയലാറും കയ്യൂരും കഴിഞ്ഞാൽ മാർക്സിസ്റ്റുകാരുടെ 3ാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ് കൂത്തുപറമ്പ്. ഇത്തവണയും കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം പതിവ് ചടങ്ങുകളുടെ ആഘോഷിച്ചു. പാർട്ടി പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ സഖാവ് സ്വരാജ് നായർ ധീര രക്തസാക്ഷികളെ അനുസ്മരിച്ച് നല്ലൊരു ലേഖനവും പാസാക്കി. കൂത്തുപറമ്പിൽ അനുസ്മരണ പ്രസംഗം നടത്തിയ പണക്കാരുടെ പടത്തലവൻ വെടിവെപ്പിന് കുലംകുത്തികളായ പോലീസുകാരെ കുറ്റപ്പെടുത്തി. MV രാഘവൻ്റെ പേര് പരാമർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാ കുലംകുത്തികളും എല്ലാ കാലത്തും കുലംകുത്തികളായിരിക്കില്ല. അപൂർവം ചിലർ മരണാനന്തരം ധീര വിപ്ലവകാരികളായി മാറും. ഈ പാർട്ടിയെക്കുറിച്ചും പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചും നമുക്കാർക്കും ഒരു ചുക്കും അറിയില്ല. സഖാവ് P. കൃഷ്ണപിള്ളയുടെ ജീവിതകഥ പറയുന്ന വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന സിനിമ 3ാം വാരത്തിൽ പ്രദർശനം തുടരുകയാണ്. അതിനിടെ സഖാവിൻ്റെ സ്മാരകത്തിൽ കനൽ കോരിയിട്ട കേസിൽ 5 CPM പ്രവർത്തകരെ പ്രതികളാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. വാർത്ത സിൻഡിക്കേറ്റ് പത്രങ്ങൾ നന്നായി ആഘോഷിച്ചു. വീക്ഷണത്തെക്കാളും ആഹ്ലാദം മലയാള മനോരമയ്ക്കായിരുന്നു. VS പക്ഷത്തെ ഒരു പ്രമുഖ നേതാവ് കൂടി ഉടൻ കുടുങ്ങുമെന്ന് അച്ചായൻ പ്രവചിച്ചു. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊന്ന സംഭവത്തിൽ വിചാരണ കോടതി ശിക്ഷിച്ച 3 നേതാക്കളിൽ ഒരാളെ മാത്രമേ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയുള്ളൂ. അതും പാർട്ടി നടത്തിയ രഹസ്യ അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം. ഇത്തവണ പക്ഷേ അത്തരം ഒരു പരിഗണനയും ഉണ്ടായില്ല. 2 പേരെ പാർട്ടി പുറത്താക്കി, 3 പേരെ DYFIയും പുറത്താക്കി. പ്രതികൾ പിണറായി ഗ്രൂപ്പുകാരല്ല എന്നത് തന്നെ കാരണം. അമ്മായി പൊട്ടിച്ചാൽ മൺകുടം, മരുമകൾ പൊട്ടിച്ചാൽ പൊൻകുടം. കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ച കേസിൽ മാർക്സിസ്റ്റുകാരെ പ്രതികളാക്കിയപ്പോൾ മലയാള മനോരമയേക്കാൾ സന്തോഷിച്ചത് CPI സംസ്ഥാന സെക്രട്ടറി സഖാവ് പന്ന്യൻ രവീന്ദ്രനായിരുന്നു. സ്മാരകം തകർത്തവർ കമ്മ്യൂണിസ്റ്റുകാരല്ല, ക്രിമിനലുകളാണ്, അവരെ നിർദാക്ഷിണ്യം ശിക്ഷിക്കണം എന്ന് തുറന്നടിച്ചു. കമ്മ്യൂണിസം ഫാഷനായി കൊണ്ടു നടക്കുന്നവരാണ് ഡിഫിക്കാർ എന്നൊരു കുത്തുവാക്കും പാസാക്കി. സഖാവ് MN ഗോവിന്ദൻ നായരുടെ
30ാം ചരമവാർഷികം അധികം ആരാലും ഓർമ്മിക്കപ്പെടാതെ കടന്നുപോയി. സഖാവ് പന്ന്യൻ രവീന്ദ്രൻ നല്ലൊരു ലേഖനം തയ്യാറാക്കി എല്ലാ പത്രം ഓഫീസിലേക്കും കൊടുത്തയച്ചു. ജനയുഗം മാത്രമല്ല, മംഗളവും കേരള കൗമുദിയും അത് എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ചു. പന്ന്യനെയും എമ്മനെയും ഒരുപോലെ വെറുക്കുന്ന ദേശാഭിമാനി അത് ചവറ്റുകൊട്ടയിലിട്ടു. പി കൃഷ്ണപിള്ളയേക്കാളും എം എൻ ഗോവിന്ദൻ നായരെക്കാളും സി അച്യുതമേനേക്കാളും വലിയ ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സഖാവ് സി ദിവാകരനാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് സമരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പാർട്ടി സെക്രട്ടറി പറയുന്നത് പാർട്ടിയുടെ അഭിപ്രായമാണോ അതോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അഭിപ്രായമാണോ എന്നും നിശ്ചയമില്ല. അങ്ങനെ ദിവാകരൻ ഇതുവരെ മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പാർട്ടിയിലുണ്ട്. ഒരു ഭോഷനെ ഉരലിലിട്ട് അവൽ പോലെ ഇടിച്ചാലും അവൻ്റെ ഭോഷത്വം മാറുകയില്ല എന്ന് സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് എത്രയോ പരമാർത്ഥം. ആറന്മുള വിമാനത്താവളത്തിൻ്റെ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കിയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു. KGS ഗ്രൂപ്പിൻ്റെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയലിൽ സ്വീകരിക്കാതെ നിഷ്കരണം നിരാകരിച്ചു. ആറന്മുളക്കാർ വിമാനത്തിൽ കയറുന്നതിനോട് അസൂയുള്ള പത്രങ്ങളൊക്കെ ഒന്നാമത്തെ പേജിൽ അത് ഒന്നാമത്തെ തലവാചകമായി അച്ചടിച്ചു. ആറന്മുളയുടെ പച്ചപ്പിനെ കോടതിയുടെ പച്ചക്കൊടി എന്ന് മംഗളം ആർത്തു വിളിച്ചു. KGSൻ്റെ പരാജയം സൂര്യനെല്ലിക്കുര്യനെയും ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്തയെയും കണ്ടത്തിൽ അച്ചായന്മാരെയും ഒരുപോലെ ഖിന്നരാക്കി. KGS റിവ്യൂ പെറ്റീഷൻ കൊടുക്കും എന്ന സദ്വാർത്ത കൂടി കോടതി വിധിക്കൊപ്പം പ്രസിദ്ധീകരിച്ചുകൊണ്ട് മനോരമ ആശ്വസിച്ചു. അതേസമയം KGSൻ്റെ പരാജയം ഉമ്മൻ സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് വിരുദ്ധന്മാർ വ്യാഖ്യാനിച്ചു. കേരള കൗമുദി സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖപ്രസംഗം അച്ചടിച്ചു. സർക്കാരിൻ്റെ ഷെയറും പോയി വിമാനവും പോയി എന്ന് പരിഹസിച്ചുകൊണ്ട് മംഗളം കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും, വിമാനം വിമാനത്തിൻ്റെ വഴിക്കും പോകും. സംശയമുണ്ടെങ്കിൽ കുഞ്ഞുഞ്ഞിനോട് ചോദിച്ചാൽ മതി. ഗ്രീൻ ട്രിബ്യൂണലിനെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നാണ് വികസന വിരോധികൾ തലപുകഞ്ഞ് ആലോചിക്കുന്നത്. പരിസ്ഥിതി മൗലികവാദികൾ നടത്തുന്ന ഡൗൺ ടു എർത്തിൻ്റെ കവർ സ്റ്റോറി ട്രൈബ്യൂണൽ ശാക്തീകരണമാണ്. സ്വമേധയാ കേസെടുക്കാൻ അധികാരം നൽകണം എന്നാണ് വാരിക മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം. ഭസ്മാസുരന് വരം കൊടുക്കണം എന്ന് വ്യംഗ്യം. വർഷാവസാനം അടുത്തതോടെ പത്രങ്ങളും ചാനലുകളും പേഴ്സൺ ഓഫ് ദ ഇയറിനെയും മാൻ ഓഫ് ദ ഇയറിനെയും തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ്. വാരാന്ത്യം പതിവ് പോലെ ഇത്തവണയും ക്ലൗൺ ഓഫ് ദ ഇയറിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. മനോരമ ന്യൂസ് ചാനൽ ന്യൂസ് മേക്കർ സ്ഥാനത്തേക്കുള്ള പ്രാഥമിക പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്നസെൻ്റ്, ശശി തരൂർ, MA ബേബി, VM സുധീരൻ, പന്ന്യൻ രവീന്ദ്രൻ, മഞ്ജു വാര്യർ, അഞ്ജലി മേനോൻ എന്നിവരൊക്കെ പട്ടികയിലുണ്ട്. ഉമ്മൻചാണ്ടിയെ ന്യൂസ് മേക്കറാക്കാത്ത മലയാള മനോരമ സുധീരന് ഒരിക്കലും ആ സ്ഥാനം പതിച്ചു കൊടുക്കുകയില്ല. ISRO ചെയർമാൻ രാധാകൃഷ്ണനാണ് ന്യൂസ് മേക്കറാകാൻ ഏറ്റവും സാധ്യത. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. 2014 പ്രധാനപ്പെട്ട 25 കണ്ടുപിടുത്തങ്ങളുടെ കൂട്ടത്തിൽ ടൈം മാഗസിൻ ഇന്ത്യയുടെ മംഗൾയാനത്തെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. വെറും $74 മില്യൺ കൊണ്ട് ഒരു ഉപഗ്രഹമുണ്ടാക്കി ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിച്ചത് ചില്ലറ കാര്യമല്ലെന്ന് ടൈം വരെ അംഗീകരിച്ചിരിക്കുന്നു. ഇന്നസെൻ്റ് അടക്കം എല്ലാ ഇരിങ്ങാലക്കുടക്കാർക്കും അഭിമാനിക്കാം. ആലുവക്കാരുടെ അഭിമാനമായ ഫെഡറൽ ബാങ്ക് ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫെഡറൽ എക്സ്പീരിയൻസ് സെൻറ്റർ തുറന്നതായി മനോരമയിൽ വാർത്ത കണ്ടു. ജോലിയിലെ സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ പീഡനവും സഹിക്കവയ്യാതെ ഒരു സീനിയർ മാനേജർ ജീവനൊടുക്കിയതായും പരേതനോടുള്ള ആദരസൂചകമായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മാനേജർമാർ പണിമുടക്കിയതായും ദേശാഭിമാനിയിലും വായിച്ചു. ഫെഡറൽ എക്സ്പീരിയൻസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. കല്യാൺ ജ്വല്ലേഴ്സ് ആറ്റിങ്ങൽ മുതൽ അങ്കമാലി വരെ ഒറ്റയടിക്ക് 5 ശാഖകൾ തുറക്കുകയാണ്. മഞ്ജു വാര്യരും ഐശ്വര്യ റായ് ബച്ചനും പ്രഭുവുമാണ് ഉദ്ഘാടകർ. അധികം വൈകാതെ മലേഷ്യയിലും സിംഗപ്പൂരും ഖത്തറിലും കുവൈറ്റിലുമൊക്കെ ഷോറൂമുകൾ ആരംഭിക്കാൻ സ്വാമിക്ക് പരിപാടിയുണ്ടത്. വാർത്ത മലയാള മനോരമ മുതൽ ദേശാഭിമാനി വരെ സകല പത്രത്തിലും വന്നു. എങ്കിലും നമ്മുടെ ഗാന്ധിയൻ പത്രത്തിനായിരുന്നു ഏറ്റവും ആഹ്ലാദം. സ്വാമി കട തുടങ്ങിയതും അമ്മ്യാര് തൈര് സാധമുണ്ടാക്കിയതുമൊക്കെ വർണ്ണിച്ചുകൊണ്ട് മാതൃഭൂമി നിർലജ്ജ പത്രപ്രവർത്തനത്തിൽ കോട്ടയം അച്ചായന്മാരെ കൂടി മലർത്തിയടിച്ചു. കല്യാൺ സ്വാമി പുതിയ ഷോറൂമുകൾ ആരംഭിക്കുമ്പോൾ മലബാർ ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് ലുലുവിനെ വെല്ലുന്ന ഷോപ്പിംഗ് മാൾ പണിതുയർത്തുന്ന തത്രപ്പാടിലാണ്. മലബാറിൻ്റെ ട്രാവൻകൂർ മാളിന് വികസന നായകൻ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. ജോലി തിരക്ക് മൂലം കുഞ്ഞാപ്പയ്ക്ക് ചടങ്ങിനെത്താൻ കഴിഞ്ഞില്ല. മന്ത്രി മഞ്ഞളാംകുഴി അലിയാണ് ആ പോരായ്മ നികത്തിയത്. ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഒരു കൈ നോക്കാനാണ് മലബാർ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 11 ലക്ഷം രൂപ ഡൽഹിയിൽ ചെന്ന് വെങ്കയ്യ നായിഡുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കരിപ്പൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ സ്വർണ്ണക്കടത്തുകാരുടെ ദുരിതത്തിനും ആശ്വാസമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
കേരള സർവകലാശാല പ്രോ വൈസ് ചാൻസലർ വീരമണികണ്ഠൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ 60% കോപ്പിയടിയാണെന്ന് ആരോപണമുയർന്നു. മാതൃഭൂമി പത്രമാണ് ഇത് ആദ്യം വെളിപ്പെടുത്തിയത്. പിന്നീട് മറ്റ് മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. എന്നാൽ ഒരു പട്ടികജാതിക്കാരനായ വീരമണികണ്ഠനെതിരെ സവർണ ഫാസിസ്റ്റ് ലോബി ദുരാരോപണം ഉന്നയിക്കുന്നു എന്നാണ് കേരള കൗമുദിയുടെ പക്ഷം. ഒരു പട്ടികജാതിക്കാരൻ എന്താ കോപ്പിയടിക്കാനും പാടില്ലേ എന്നാണ് ന്യായമായ ചോദ്യം. GK വാസനും കൂട്ടരും വിട്ടുപോയെന്ന് കരുതി തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് ദുഃഖിക്കാനില്ല. മുൻകാല സിനിമാ നടി ഖുഷ്ബു അഹിംസ പാർട്ടിയിൽ അംഗത്വമെടുത്തു. ഇനി അങ്ങോട്ട് ഇളങ്കോവൻ്റെ ഇളം കരങ്ങൾക്ക് ശക്തി പകരാനാണ് ആയമ്മ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് വളരെ കനപ്പെട്ട ഒരു നേട്ടം. മുൻകാല സീരിയൽ നടിയും നിലവിൽ മാനവശേഷി വികസന മന്ത്രിയുമായ സ്മൃതി ഇറാനിക്ക് ജാതകവശാൽ രാഷ്ട്രപതിയാകാൻ യോഗമുണ്ടെന്ന് പ്രമുഖ ദൈവജ്ഞൻ പണ്ഡിറ്റ് നാഥുലാൽ വ്യാസ് പ്രവചിച്ചു. അമേഠിയിൽ തോറ്റാലും സ്മൃതി കേന്ദ്രമന്ത്രിയാകും എന്ന് പ്രവചിച്ചയാളാണ് നാഥുലാൽജി. ഫക്രുദ്ദീൻ അലി അഹമ്മദും ഗ്യാനി സെയിൽ സിംഗും പ്രതിഭ പാട്ടീലുമൊക്കെ അലങ്കരിച്ച പദവിയാണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെത്. ഇനി സ്മൃതി ഇറാനി രാഷ്ട്രപതിച്ചിയായാലും മുഷിയില്ല. ജോൽസിൻ്റെ നാവ് പൊന്നാകട്ടെ. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയാണ് മുഖ്യ അതിഥിയായി എത്തുന്നത്. ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് റിപ്പബ്ലിക് ദിനത്തിൽ സല്യൂട്ട് സ്വീകരിക്കാൻ എത്തുന്നത്. തനിക്ക് പലതവണ വിസ നിഷേധിച്ച അമേരിക്കൻ പ്രസിഡന്റിനെ റിപ്പബ്ലിക് ദിനത്തിൽ കൊണ്ടുവന്ന് സല്യൂട്ട് അടിപ്പിക്കുന്ന നരേന്ദ്രമോദി ചില്ലറക്കാരനല്ലെന്ന് ഇതോടെ ഹിന്ദു പത്രം പോലും അംഗീകരിച്ചു. സാർക്ക് ഉച്ചകോടി കാഠ്മണ്ഡുവിൽ നടന്നു. നരേന്ദ്രമോദിയെ കണ്ടിട്ട് നവാസ് ഷെരീഫ് കണ്ട ഭാവം വച്ചില്ല. മോഡി ഷെരീഫിനെയും മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് സാർക്കിൽ ഒപ്പിടേണ്ടിയിരുന്ന 3 കരാറുകൾ ആദ്യ ദിവസം പാസ്സായില്ല. പിറ്റേന്ന് അതൊരു ചർച്ചാ വിഷയമായപ്പോൾ ഇരു നേതാക്കളും നാട്ടുകാരെ ബോധിപ്പിക്കാൻ കൈപിടിച്ച് കുലുക്കി. ഊർജ്ജ സഹകരണം സംബന്ധിച്ച കരാർ ഒപ്പിടാനുള്ള സൗമനസ്യവും കാണിച്ചു. ഷെരീഫിൻ്റെയും മോഡിയുടെയും തണുത്തുറഞ്ഞ ഹസ്തദാനത്തെക്കുറിച്ച് ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിൽ സുരേന്ദ്ര നല്ലൊരു കാർട്ടൂൺ വരച്ചു. അത്ര തന്നെ. കാശ്മീരിൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് ഷെരീഫ് സാഹിബിനെ അസ്വസ്ഥനാക്കുന്നത് എന്ന് വ്യക്തം. വിഘടനവാദികളുടെ ബഹിഷ്കരണ ആഹ്വാനം ജനം തള്ളി. മരം കൊച്ചുന്ന മഞ്ഞിൽ ക്യൂ നിന്ന് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ആദ്യഘട്ടത്തിൽ 70% മേലാണ് പോളിംഗ്. വിഘടനവാദികളുടെ നിരാശയെക്കുറിച്ച് ഹിന്ദുവിൽ സുരേന്ദ്ര തന്നെ നല്ലൊരു കാർട്ടൂൺ പസാക്കി. നവാസ് ഷെരീഫിനെ പോലെ വെറുതെ മുഖം വീർപ്പിച്ച് മിണ്ടാതിരിക്കാൻ ആതങ്കവാദികൾ തയ്യാറല്ല. അവർ ജമ്മുവിൽ ചെറിയ തോതിൽ ഒരു കരിമരുന്ന് പ്രയോഗം നടത്തി. സുരക്ഷാ ഭടന്മാർ തിരിച്ചും തുപ്പാക്കി പ്രയോഗം നടത്തി. ആകെ മൊത്തം 11 പേർ പരലോകപ്രാപ്തരായി. ഇതൊരു സൂചനയാണ്. കാശ്മീരിൽ ജനാധിപത്യം വെച്ച് വാഴിക്കാൻ അവരൊരിക്കലും സമ്മതിക്കില്ല. ഡൽഹി ജുമാ മസ്ജിദിലെ ഷാഹി ഇമാം അഹമ്മദ് ബുഖാരി ഇളയ മകനെ നൈബ് ഇമാമായി വാഴിച്ചു. ഇന്ത്യ ഗവൺമെൻറ് വിസ കൊടുക്കാഞ്ഞതുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ജുമാ മസ്ജിദ് ഇമാമിൻ്റെ തറവാട്ട് വകയല്ലെന്നും ഇമാമത്ത് മക്കത്തായ വഴിക്ക് കൈമാറാൻ കഴിയില്ലെന്നുമാണ് വഖഫ് ബോർഡിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാട്. ഡൽഹി ഹൈക്കോടതിയും ആ വഴിക്കാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഷാഹി ഇമാമിനെ കോടതി പുല്ലാണ്. ഷാജഹാൻ ചക്രവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ മുതുമുത്താപ്പയ്ക്ക് ഇമാമത്ത് പതിച്ചു കൊടുത്തത്. ജുമാ മസ്ജിദിലെ ഷാഹി ഇമാം മുസ്ലിങ്ങളുടെ മാർപ്പാപ്പയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് അബ്ദുള്ള തേജസ്സിൽ എഴുതിയ ലേഖനം മാതൃഭൂമി പുനഃപ്രസിദ്ധീകരിച്ചു. വഖഫ് ബോർഡിനെയും കോടതിയെയും മാനിക്കാത്ത അഹമ്മദ് ബുഖാരി ഉണ്ടോ ഇനി അബ്ദുള്ളയുടെ അധിക പ്രസംഗം ശ്രദ്ധിക്കുന്നു. ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഫിൽ ഹ്യൂസ് കളിക്കിടയിൽ കൊല്ലപ്പെട്ടു. നവംബർ 27 മിക്ക പത്രങ്ങളും 1-ാം പേജിൽ തന്നെ വാർത്ത കൊടുത്തു. സ്പോർട്സ് പേജിലും ഹ്യൂസ് നിറഞ്ഞു നിന്നു. കളി കണ്ണീരായി എന്ന് മംഗളം, റിട്ടയർഡ് ഹർട്ട് എന്ന് മാധ്യമം, ലൈഫ് ബിഫോർ വിക്കറ്റ് എന്ന് മാതൃഭൂമി. കളിക്കളത്തിലെ ദുരന്തത്തെക്കുറിച്ച് മാതൃഭൂമിയും മലയാള മനോരമയും അന്നേക്കന്ന് എഡിറ്റോറിയൽ എഴുതി. മലയാള മനോരമ എഡിറ്റ് പേജിൽ ഡോക്ടർ KN രാഘവൻ്റെ ലേഖനവും പ്രസിദ്ധീകരിച്ചു. ക്രിക്കറ്റിൻ്റെ വാണിജ്യവൽക്കരണമാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമെന്ന് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കച്ചവടമാണ്, പിന്നെ എന്ത് വാണിജ്യവൽക്കരണം? ലോകത്തെമ്പാടും ആസിഡ് ആക്രമണത്തിന് വിധേയരാകുന്ന സ്ത്രീകളെക്കുറിച്ചാണ് നമ്മുടെ സാമൂഹ്യ അനീതി വകുപ്പ് മന്ത്രി വ്യാകുലപ്പെടുത്തുന്നത്. ഫ്രാങ്ക്ഫർട്ടിൽ വെച്ച് പരിചയപ്പെട്ട നിഹാരി എന്ന ഇരയെയും ജർമ്മൻകാരി ആൻ ക്രിസ്റ്റ്യൻ വൂളിൻ്റെ ഇൻവിസിബിൾ എന്ന പുസ്തകത്തെയും കുറിച്ച് മുനീർ സാഹിബ് എഴുതിയ ഗംഭീര ലേഖനവും പുസ്തകത്തിൽ നിന്നുള്ള ചിത്രങ്ങളും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കവർ സ്റ്റോറിയായി വന്നിട്ടുണ്ട്. താലിബാൻ ചിന്താഗതിക്കാരൊഴിച്ച് എല്ലാവരും ഇത് വായിക്കേണ്ടതാണ്. പാക് സിനിമാ നടി വീണ മാലിക്കിനെയും ഭർത്താവിനെയും ജിയോ TV അവതാരകയെയും നടത്തിപ്പുകാരനെയും മതനിന്ന കേസിൽ വിചാരണ കോടതി 26 കൊല്ലം തടവാൻ ശിക്ഷിച്ചു. നവംബർ 26 ആ വാർത്ത ദീപികയിൽ മാത്രമേ വന്നുള്ളൂ.
പിറ്റേ ദിവസം മാതൃഭൂമി മുതൽ ചന്ദ്രിക വരെ സകല പത്രങ്ങളും അത് കൊണ്ടാടി. പതിവ് പോലെ മലയാള മനോരമയിലായിരുന്നു ഏറ്റവും വലിയ ആഘോഷം. സ്വർഗസ്ഥനായ സദാം ഹുസൈൻ്റെ ചെറുമകൾ ബെനിൻ വിവാഹിതയാവുകയാണ്. ബെനിൻ്റെ മൈലാഞ്ചി കല്യാണം ചന്ദ്രികയ്ക്കും മാധ്യമത്തിനും സിറാജിനും സുപ്രഭാതിനും ഒക്കെ മിസ് ചെയ്തു. എന്നാൽ മലയാള മനോരമ അത് മണത്തറിഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. ബെനിനും പുതിയാപ്പിളയ്ക്കും മംഗളമല്ല, മലയാള മനോരമ തന്നെ നേർന്നുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.